രണ്ടാമത്തെ പരിപാടിയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് നമ്മോടൊപ്പം ഉള്ളത്. ആദ്യ പരിപാടി 2 ദിവസം മുമ്പ് ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റാണ് തുടങ്ങിയത്. എന്തായാലും ഈ പരിപാടിയിലെത്തിയ പ്രതിപക്ഷ നേതാവിനെയും ഒപ്പം KPCC ജനറൽ സെക്രട്ടറി കെ നീലകണ്ഠൻ, DCC പ്രസിഡന്റ് PK ഫൈസൽ, DCC ജനറൽ സെക്രട്ടറി MC പ്രഭാകരൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളെയും എല്ലാ മാധ്യമപ്രവർത്തകരെയും സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി പ്രസിഡന്റ്. എല്ലാവരും ഇലക്ഷന്റെ തിരക്കിലാണുള്ളത്. അപ്പോൾ പിന്നെ നേതാവിന് നിരവധി പരിപാടികളുണ്ട്. അതിനിടയിലാണ് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് പ്രത്യേകിച്ച് ഈ തദ്ദേശകം 2025 മീറ്റ് ദ പ്രസ് പരിപാടിയിലേക്ക് വന്നത്. അപ്പോൾ പ്രതിപക്ഷ നേതാവ് ആദ്യം സംസാരിക്കും. സംസാരിച്ചതിന് ശേഷം നമുക്ക് വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലേക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുന്ന അവസരത്തിൽ കാസർഗോഡ് പ്രസ് ക്ലബ്ബിൽ ഒരിക്കൽ കൂടി മീറ്റ് ദ പ്രസ് പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം. പ്രസിഡന്റിനോടും സെക്രട്ടറിയോടും ഭാരവാഹികളോടും ഞാൻ പ്രത്യേകമായ നന്ദി പറയുകയാണ്. നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പിൽ വളരെ ഉറച്ച പ്രതീക്ഷകളോടുകൂടിയാണ് UDF മുന്നോട്ട് നീങ്ങുന്നത്. ഞങ്ങൾ 10 ദിവസം മുമ്പ് ഈ സർക്കാരിനെതിരായിട്ടുള്ള കുറ്റപത്രം ജനങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചു. ആ കുറ്റപത്രം ജനങ്ങളുടെ കോടതിയിൽ വിചാരണ ചെയ്യപ്പെടും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഗവൺമെന്റിനെ രൂക്ഷമായി വിമർശിക്കുമ്പോഴും ഗവൺമെന്റിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോഴും അതോടൊപ്പം തന്നെ ഞങ്ങൾ വന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന കൃത്യമായൊരു മാനിഫെസ്റ്റോ കൂടി ഞങ്ങൾ ഇപ്രാവശ്യം പ്രകാശനം ചെയ്യുകയുണ്ടായി. ആ മാനിഫെസ്റ്റോയും അധികാര വികേന്ദ്രീകരണത്തിന്റെ കൃത്യമായ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി, അതിനെ പുതിയ മാനങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി, അതിന്റെ ഫലമായി സാധാരണക്കാരന്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്ന തരത്തിൽ, അവന്റെ ജീവിത നിലവാരം ഉയരുന്ന തരത്തിൽ ഒരു സമൂഹത്തിലെ സാമൂഹ്യ സാമ്പത്തിക മാറ്റത്തിന് വേദിയാകുന്ന തരത്തിൽ അധികാര വികേന്ദ്രീകരണത്തെ മാറ്റണം എന്നുള്ളതാണ് വെച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും പ്രാദേശിക വിഷയങ്ങൾ എപ്പോഴും ചർച്ചയാവുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ്. നമുക്കിപ്പോൾ കാസർഗോഡ് തന്നെ ഗവൺമെന്റ് 2022 കാസർഗോഡ് പാക്കേജിന് വേണ്ടി 300 കോടി രൂപയാണ് വകയിരുത്തിയത്. കഴിഞ്ഞ മാർച്ച് 3 മുഖ്യമന്ത്രി നൽകിയ മറുപടിയിൽ ഈ 300 കോടിയിൽ കേവലം 22 കോടി രൂപ മാത്രമാണ് ഇതിനുവേണ്ടി ചെലവഴിച്ചത്. നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും പിന്നോക്കാവസ്ഥയിലുള്ള ഒരു ജില്ലയിൽ ആ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പാക്കേജ് ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ട് അതിന്റെ 10% പോലും ചെലവാക്കാൻ കഴിഞ്ഞിട്ടില്ല. നമുക്കറിയാം, ആരോഗ്യ മേഖലയിൽ ഉൾപ്പെടെ വിദ്യാഭ്യാസ മേഖലയിൽ ഉൾപ്പെടെ ഒരുപാട് പിന്നോക്കം നിൽക്കുന്ന ഒരു ജില്ലയാണ്. ആ കാസർഗോഡ് ജില്ലയുടെ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമവും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. 3 കൊല്ലം കൊണ്ട് ആകെ ചെലവഴിച്ചത് അനുവദിക്കപ്പെട്ട തുകയുടെ 10% താഴെ മാത്രമാണ്. മറ്റൊന്ന് നമ്മുടെ എൻഡോസൾഫാനാണ്. എൻഡോസൾഫാൻ ബാധിതർക്ക് വേണ്ടിയിട്ട് 2017 ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്തുകയും 1905 പേരെ ദുരിതബാധിതരായി കണ്ടെത്തുകയുണ്ടായി. പിന്നെ 1905 പേരുടെ ലിസ്റ്റ് 257 ചുരുക്കി. വലിയ പ്രതിഷേധം ഉയർന്നു വന്നതിനെ തുടർന്ന് ഈ 257 പേരിലേക്ക് ഒരു 76 പേരെ കൂടി കൂട്ടിച്ചേർത്തു. പിന്നീട് ഞങ്ങളെല്ലാം പങ്കെടുത്തൊരു സമരം സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ എൻഡോസൾഫാൻ ബാധിതരുടെ വലിയ സമരം നടക്കുകയുണ്ടായി. ആ സമരത്തെ തുടർന്ന് ഒരു 511 കുട്ടികളെ കൂടി അതിനോട് ചേർക്കേണ്ടായി. ബാക്കി 1031 പേരെ ഉടൻ തന്നെ തിരിച്ചെടുക്കും. ഈ ലിസ്റ്റിലെ 2017 ലിസ്റ്റിലെ 1031 പേരെ തിരിച്ചെടുക്കുമെന്ന് 2024 ജൂലൈ 10 മുഖ്യമന്ത്രി നിയമസഭയിൽ ഞങ്ങൾക്ക് മറുപടി നൽകി. ഇതുവരെ 1.5 വർഷത്തോളമായി, 1.5 വർഷമാകാൻ പോകുന്നു. 1.5 വർഷമായിട്ടും ഈ 1031 പേരെ ഈ ദുരന്തബാധിതരുടെ ലിസ്റ്റിലേക്ക് എടുത്തിട്ടില്ല. അവർക്ക് ചികിത്സ കിട്ടുന്നില്ല. ഇതിൽ ഒരുപാട് പേര് മരണമടഞ്ഞു. അപ്പോൾ ഏറ്റവും നമ്മുടെ സംസ്ഥാനത്ത് എൻഡോസൾഫാൻ മൂലം ദുരിതമനുഭവിക്കുന്ന ഏറ്റവും ദുരിതബാധിതരായ ആളുകളുടെ കാര്യത്തിൽ പോലും 1031 പേരുടെ കാര്യത്തിൽ പോലും തീരുമാനമെടുക്കാൻ ഗവൺമെന്റിന് കഴിഞ്ഞില്ല എന്നത് വളരെ ദൗർഭാഗ്യകരമായ കാര്യമാണ്. ഞങ്ങൾ ഇപ്പോഴും ആവശ്യപ്പെടുന്നത് അടിയന്തരമായി അത് ജീവിച്ചിരിക്കുന്നവരെല്ലാവരെയും ആ ദുരന്തബാധിതരുടെ ലിസ്റ്റിൽ പെടുത്തണം. ഈ ഗവൺമെന്റ് തന്നെ നടത്തിയ മെഡിക്കൽ ക്യാമ്പിൽ നിന്ന് കണ്ടെത്തിയ ഇരകളായിട്ടുള്ള ആളുകളാണ്. തീർച്ചയായും അവരുടെ കുടുംബങ്ങളെല്ലാം അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, ചികിത്സ കിട്ടാത്ത സാഹചര്യം, ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് അടിയന്തരമായി ഇക്കാര്യത്തിൽ ഗവൺമെന്റ് നടപടി സ്വീകരിക്കണം എന്നാവശ്യം.
ഈ പ്രാവശ്യത്തെ ഒരു പ്രത്യേകത ഞാൻ ഇന്നലെ പറഞ്ഞതാണ്. 2 ശബരിമല വിഷയമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചയായി നിൽക്കുന്നത്. ശബരിമലയിലെ അയ്യപ്പ ക്ഷേത്രത്തിലെ ശ്രീകോവിലിലെ കഥകും കട്ടളയും ദ്വാരപാലക ശില്പവും കവർന്നെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഗൂഢാലോചന നടന്നു. അതിൽ CPMന്റെ ഉന്നത നേതാക്കളടക്കം ആളുകൾ, 2 മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ, മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുപ്പക്കാരായ 2 പേർ മോഷണക്കുറ്റത്തിന്, സ്വർണം മോഷ്ടിച്ചതിന് ജയിലിലാണ്. ആ 2 പേർക്കെതിരായി ഒരു നടപടിയും സ്വീകരിക്കില്ല എന്നൊരു നിലപാടാണ് CPM എടുത്തിരിക്കുന്നത്. അവർ കൂടുതൽ വിവരങ്ങൾ പുറത്തു പറയുമോ എന്നുള്ള ഭയത്തിൽ നിന്നാണ് അവർക്കെതിരായി കൂടുതൽ നേതാക്കൾ പ്രതികളാകുമോ, CPM നേതാക്കൾ പ്രതികളാകുമോ എന്നുള്ള ഭയത്തിൽ നിന്നാണ് അവരുടെ പേര് പുറത്തു പറയാതിരിക്കുന്നത്. അതുമാത്രമല്ല, നിരവധി ക്രിമിനലുകൾ, ലഹരി മാഫിയയുമായി ബന്ധമുള്ളവർ, ലൈംഗിക അപവാദ കേസുകളിൽ പ്രതികളായ ആളുകൾ, അവരൊക്കെ CPMന്റെ സ്ഥാനാർത്ഥികളാണ്. അരിയിൽ ഷുക്കൂർ വധക്കേസിലെ പ്രതിയായിരുന്ന 28ാം പ്രതിയായിരുന്ന PP സുരേശൻ CPM പട്ടുവം പഞ്ചായത്തിലെ 14ാം വാർഡിൽ സ്ഥാനാർത്ഥിയാണ്. കൊലക്കേസിൽ ഒരു ചെറുപ്പക്കാരനെ ക്രൂരമായി കൊല ചെയ്ത കേസിലെ കൊലക്കേസ് പ്രതി CPMന്റെ സ്ഥാനാർത്ഥിയാണ്. ഫസൽ വധക്കേസിലെ പ്രതിയായ കാരായി ചന്ദ്രശേഖരൻ അന്ന് ഈ ജില്ലയിൽ കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ട്, കണ്ണൂർ ജില്ലയിൽ കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ചെയർമാൻ സ്ഥാനം രാജിവെച്ചു പോയാൽ വീണ്ടും സ്ഥാനാർത്ഥിയായി. ഇപ്പൊ പോലീസിനെ സ്റ്റീൽ ബോംബെറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ച കേസിൽ കോടതി 20 വർഷത്തേക്ക് തടവ് ശിക്ഷ വിധിച്ച DYFI നേതാവ് ഇപ്പോൾ വീണ്ടും സ്ഥാനാർത്ഥിയാണ്. പയ്യന്നൂർ നഗരസഭയിലെ സ്ഥാനാർത്ഥിയാണ്. അതുപോലെ ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ ജില്ലയിൽ CPM പുറത്താക്കിയ ഷാനവാസിന്റെ പേരിലുള്ള ലോറിയിൽ നിന്നും 2023 ജനുവരിയിൽ കരുനാഗപ്പള്ളിയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടുകയും അന്ന് CPM കൌൺസിലറായിരുന്നു, അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തതാണ്. ആ പാർട്ടിയിൽ നിന്ന് ലഹരി മരുന്നിന്റെ പേരിൽ എക്സൈസും പോലീസും അറസ്റ്റ് ചെയ്ത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ഷാനവാസ് ഇപ്പൊ വീണ്ടും സ്ഥാനാർത്ഥിയാണ്. നല്ല കമ്മ്യൂണിസ്റ്റാണെന്നാണ് പാർട്ടി ജില്ലാ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത്. ലഹരി മാഫിയ, കേരളത്തിലെ ലഹരി മാഫിയയ്ക്ക് പൊളിറ്റിക്കൽ പേട്രണേജ് ഉണ്ട്, CPMന്റെ പൊളിറ്റിക്കൽ പേട്രണേജ് ഉണ്ട് എന്ന പ്രതിപക്ഷത്തിന്റെ ഗുരുതരമായ ആരോപണം ശരിവയ്ക്കുന്നതാണ് വീണ്ടും ഷാനവാസിനെ സ്ഥാനാർത്ഥിയാക്കിയത്. പെൺകുട്ടിയോട് മോശമായി പെരുമാറിയതിനെ തുടർന്ന് പാർട്ടി നടപടി നേരിട്ട ആള് കരുവള്ളൂർ പെരളം പഞ്ചായത്തിൽ വീണ്ടും സ്ഥാനാർത്ഥിയാണ്. നേരത്തെ ലോക്കൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കിയ പ്രദീപനാണ് അവിടെ സ്ഥാനാർത്ഥി. പയ്യന്നൂർ നഗരസഭയിൽ 7ാം വാർഡിലും ഇതുപോലൊരു മുൻ ഏരിയ സെക്രട്ടറി ഇതേപോലെ തന്നെ സ്ഥാനാർത്ഥിയായിട്ടുണ്ട്. അദ്ദേഹത്തെ ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തത് സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട ഗുരുതരമായ ആരോപണത്തെ തുടർന്നാണ്. ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ജില്ലാ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യക്കെതിരായി കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥർ സർവീസിൽ നിന്ന് വിരമിച്ചതിന് പിന്നാലെ ഇപ്പോൾ ശ്രീകണ്ഠപുരത്ത് ACP ആയിരുന്ന രത്നകുമാർ ഉടൻ തന്നെ സ്ഥാനാർത്ഥിയാണ്, CPMന്റെ സ്ഥാനാർത്ഥി. ഇവിടെ ക്രിമിനലുകൾ, മോഷ്ടാക്കൾ ഇവരെല്ലാം സംരക്ഷിക്കുകയാണ് പാർട്ടി. ഈ ക്രിമിനലുകളെയും ലഹരിക്കടത്ത് കേസിൽ ബന്ധപ്പെട്ടവരെയും അതുപോലെ തന്നെ ലൈംഗിക അപവാദ കേസിൽ ബന്ധപ്പെട്ടവരെയും സ്ഥാനാർത്ഥികളാക്കി നിർത്താൻ വേണ്ടിയിട്ടുള്ള ഇതാണ് CPM കാണിച്ചത്. എന്ത് മെസ്സേജാണ് CPM ഇതുവഴി കൊടുക്കുന്നത്? വളരെ മോശമായ ഒരു മെസ്സേജാണ് CPM കൊടുക്കുന്നത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് CPM BJPയിൽ നിന്നും അകലയില്ല. 2 പേർക്ക് ഒരേ ഫാസിസ്റ്റ് സ്വഭാവമാണ്. ഇപ്പോഴും മുഖ്യമന്ത്രിയുടെയും പാർട്ടി സെക്രട്ടറിയുടെയും ജില്ലയിൽ ചില പഞ്ചായത്തുകളിൽ എതിരായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രചരണം നടത്താനും നോമിനേഷൻ കൊടുക്കാനും പോലുള്ള അവകാശമില്ല. അവരെ ഭയപ്പെടുത്തുകയും കൊല്ലുമെന്ന് ഭയപ്പെടുത്തുകയും വീടിന് തീ വയ്ക്കുമെന്ന് ഭയപ്പെടുത്തുകയും ചെയ്ത് പേടിപ്പിച്ച് ഏകകണ്ഠമായി എതിരില്ലാത്ത സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കാനുള്ള ശ്രമമാണ് ഇപ്പോഴും അവിടെ നടത്തുന്നത്. ഇത് ഏത് നൂറ്റാണ്ടിലെ പാർട്ടിയാണ്? യഥാർത്ഥത്തിൽ ഏത് നൂറ്റാണ്ടിലാണ് ഈ പാർട്ടി ജീവിക്കേണ്ടത്? 21ാം നൂറ്റാണ്ടാണ് ഇത് എന്ന് പോലും മറന്നുകൊണ്ടാണ് രാഷ്ട്രീയ പ്രവർത്തകർക്ക് പ്രവർത്തിക്കാൻ പോലും അനുവാദമില്ലാതെയുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ഗവൺമെന്റിന്റെ, ഈ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ മുഴുവൻ തകർത്ത് തരിപ്പണമാക്കിയ ഈ ഗവൺമെന്റിന്റെ നടപടികൾ കൂടെ ചർച്ച ചെയ്യും. ആരോഗ്യം, വിദ്യാഭ്യാസം, കൃഷി, വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ, പട്ടികജാതിക്കാരുടെ പ്രശ്നങ്ങൾ, മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ, നിരവധിയായ ജീവനക്കാരുടെ പ്രശ്നങ്ങൾ, നിരവധിയായ
പ്രശ്നങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉറപ്പായി ചർച്ച ചെയ്യപ്പെടും. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് CPIM-ന്റെ സ്ഥാനാർത്ഥികളെ കുറിച്ചും അതുപോലെ തന്നെ സർക്കാരിന്റെ ഭരണവിരുദ്ധ വികാരത്തെ കുറിച്ചൊക്കെ അങ്ങ് പറഞ്ഞു. UDF-നകത്തും കോൺഗ്രസിനകത്തും ഉണ്ടായ സ്ഥാനാർത്ഥി തർക്കങ്ങളും അത് DCC ഓഫീസിൽ വരെ കയ്യാങ്കളി എത്തുന്ന സ്ഥിതിയൊക്കെ അങ്ങും കണ്ടതല്ലേ? അത് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെട്ടില്ല. ഒരു തെരഞ്ഞെടുപ്പിലൊന്നും ഒരു ചർച്ച അതല്ലല്ലോ. പാർട്ടി സ്ഥാനാർത്ഥി ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായതിന്റെ 10-1 സ്ഥാനാർത്ഥി ഇവിടെയില്ല. ആരെങ്കിലും അതിക്രമം കാണിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരായിട്ട് പാർട്ടി നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഏതെങ്കിലും അത് നേരത്തെ പാർട്ടി വിട്ടു പോയ ഒരാൾ പാർട്ടിയിൽ തിരിച്ചു വന്നപ്പോൾ ഉണ്ടായൊരു പ്രശ്നമാണ്. ആള് വേണ്ടാത്തത് DCC ഓഫീസിൽ കാണിച്ചപ്പോൾ അതിനെതിരായി നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അതൊക്കെ എല്ലാ പാർട്ടിയിലും നടക്കണമല്ലോ. CPM-ൽ പ്രശ്നമുണ്ടല്ല. പണ്ട് CPM-ന് റിബലേ ഉണ്ടായിരുന്നില്ലല്ലോ കേരളത്തിൽ. കോൺഗ്രസിനും UDF-നും മാത്രമല്ലേ റിബല്. ഞങ്ങളുടെ റിബലൊക്കെ ശല്യങ്ങളൊക്കെ 10-1 പോലും ഇല്ല. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നതിൻ്റെയൊക്കെ 10-1 പോലും ഇല്ല. ഇപ്പൊ CPM-ന് സംസ്ഥാനത്ത് ഉടനീളം റിബലുണ്ടല്ലോ. തിരുവനന്തപുരം സിറ്റി മുതൽ റിബലുണ്ടല്ലോ. മൂക്കിന് താഴെ AKG സെന്ററിന്റെ മൂക്കിന് താഴെ റിബലുണ്ട് CPM-ന്. വ്യാപകമായി CPM-ന് റിബലുണ്ട് സംസ്ഥാനത്ത് ഉടനീളം. എന്നിട്ട് റിബലായി നിൽക്കുന്ന ആളുകളെ കൊല്ലും എന്ന് നേതാക്കന്മാർ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഇതിപ്പോ ഒരു ഉന്തുതള്ളല്ലേ ഉണ്ടായത്. നീ റിബലായി കൊടുത്താൽ നിന്നെ കൊല്ലും എന്ന് നേതാവ് പറയുന്നതിന്റെ കോളുണ്ടല്ല. അതുകൂടിയൊക്കെ ഒന്ന് കേൾക്കുന്ന നന്നായിരിക്കും. അതൊന്നും തെരഞ്ഞെടുപ്പ് വിഷയമല്ലല്ലോ. ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഇരക്കെതിരെ കടുത്ത സൈബർ ആക്രമണമാണ് നടക്കുന്നത്. അത് കോൺഗ്രസിന്റെ ഹാൻഡിലുകൾ തന്നെയാണ് നേതൃത്വം നൽകുന്നത്. കോൺഗ്രസ് പാർട്ടി ഇക്കാര്യത്തിലുള്ള നിലപാട് വളരെ വ്യക്തമായിട്ടുണ്ട്. ഒരു പാർട്ടി എടുക്കാത്ത നിലപാടാണ് എടുത്തത്. ഈ ഒരു ആക്ഷേപം വന്നപ്പോൾ ഞങ്ങൾക്കൊരു പരാതി പോലും ലഭിക്കാതെ തീരുമാനമെടുത്ത പാർട്ടിയാണ്. ആ പാർട്ടി അഭിമാനത്തോടു കൂടിയാണ് ഈ വിഷയത്തിൽ നിൽക്കുന്നത്. ആ പാർട്ടിയുടെ സ്റ്റാൻഡ് KPC പ്രസിഡന്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിന് വിരുദ്ധമായി ആര് പ്രവർത്തിച്ചാലും അത് കോൺഗ്രസുമായി ബന്ധപ്പെട്ടുള്ള കാര്യമല്ല. അല്ല, അതൊക്കെ ക്ലിയർ ചെയ്ത കേസല്ലേ. വീണ്ടും അത് ഇന്ന് പറയേണ്ട കാര്യം. ഇന്നലെ ക്ലിയർ ചെയ്തല്ലേ പ്രസിഡന്റ്. അല്ല, അത് പാർട്ടി ആയി ബന്ധപ്പെട്ട ആരെങ്കിലും അത്തരം കാര്യങ്ങൾ ചെയ്താൽ അത് പാർട്ടി പരിശോധിക്കും. അല്ല, അതല്ലേ പറഞ്ഞ പരിശോധിക്കും. പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടവരൊന്നല്ല. ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നത് ഒരു KPCC ജനറൽ സെക്രട്ടറിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പരാമർശങ്ങളിലൊക്കെ ആണ് കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നത്. ഇല്ല, അങ്ങനത്തെ വിഷയം അതൊന്നും അങ്ങനത്തെ വിഷയമൊന്നും ഉണ്ടായിട്ടില്ല. ഈ അങ്ങനെതിരെ സൈബർ ആക്രമണം ഉണ്ടായിരുന്നില്ല. അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ സ്വീകരിച്ച നിലപാടിൽ അങ്ങനെതിരെ സൈബർ ആക്രമണം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം രാഹുലിനെതിരെ പറഞ്ഞ രാജ്മോഹൻ ഉണ്ണിത്താൻ MPക്കെതിരെ കടുത്ത സൈബർ ആക്രമണം. ഇതെല്ലാം കോൺഗ്രസ് ഹാൻഡിലുകളാണ്. ഇതൊക്കെ ഞാനൊരു കാര്യം ചെയ്യട്ടെ. കേരളത്തിലെ വനിതാ മാധ്യമ പ്രവർത്തകർക്കെതിരായി ഏറ്റവും കൂടുതൽ സൈബർ ആക്രമണം നടത്തിയ പാർട്ടി CPM ആണ്. വനിതാ മാധ്യമ പ്രവർത്തകർക്കെതിരായി തിരുവനന്തപുരത്ത്, കൊച്ചിയിൽ എല്ലാം റിപ്പോർട്ട് ചെയ്തതിന്റെ പേരിൽ, വാസ്തവം റിപ്പോർട്ട് ചെയ്തതിന്റെ പേരിൽ എത്രമാത്രം സൈബർ ആക്രമണങ്ങൾ വനിതാ മാധ്യമ പ്രവർത്തകർക്കെതിരായി CPM ഹാൻഡിലുകൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ CPM ഹാൻഡിലുകൾ നടത്തുന്ന എത്രയോ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ഒരു ഔദ്യോഗികമായ ഒരു സംവിധാനം, ഇത് CPM ഔദ്യോഗിക സംവിധാനത്തിൽ നിന്നാണ് ഈ ആളുകളെ മുഴുവൻ അധിക്ഷേപിക്കുന്നത്. കോൺഗ്രസുമായി ബന്ധപ്പെട്ട ഒരു ഔദ്യോഗിക സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും ഇത്തരം ഒരു പ്രചരണം ഉണ്ടാവില്ല. ഈ ഔദ്യോഗികമുണ്ടല്ലോ, ഈ കോൺഗ്രസിന്റെ ഇതിനെ പ്രത്യേകിച്ച് രാഹുലിനെ വിമർശിക്കുന്നവർ അല്ലെങ്കിൽ ആ കേസുമായി ബന്ധപ്പെട്ട് അത് എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യം? അത് ചെയ്യുന്നവരോട് നിങ്ങൾ പോയി ചോദിക്കും. എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യം? കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട ആര് ചെയ്താലും ഞങ്ങൾക്ക് അതിന്റെ ഉത്തരവാദിത്വമുണ്ട്. കോൺഗ്രസുമായി ബന്ധപ്പെട്ടോ കോൺഗ്രസിന്റെ ഔദ്യോഗിക ഹാൻഡിലൊന്നും ഒരു കാര്യവും ഞങ്ങളുടെ നിലപാടിന് വിരുദ്ധമായി ചെയ്താൽ ഞങ്ങൾ നടപടിയെടുക്കും. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. നിങ്ങൾ പറയണതിനൊക്കെ എനിക്ക് മറുപടി പറയാൻ പറ്റും. ഐ ഹാവ് നോ കമന്റ്സ്. ഞങ്ങൾക്ക് ഇത്രയും ക്ലാരിറ്റി ഉള്ള ഒരു പാർട്ടി വേറെ ഏതുണ്ട്? മോഷണ കുറ്റത്തിന് ജയിലിൽ കിടക്കുന്നതിനെതിരെ നടപടിയെടുക്കില്ല എന്ന് പറഞ്ഞ പാർട്ടിയാണ് CPM. എന്നിട്ടാണ് ഇവന് വലിയ വർദ്ധനം പറയണത്. മോഷണ കേസിൽ അയ്യപ്പന്റെ സ്വർണ്ണ അടിച്ചു മാറ്റി അവിടുത്തെ ദ്വാരപാലക ശില്പം കൊണ്ട് കോടീശ്വരന് വിറ്റ ഭൂലോക കള്ളന്മാർക്കെതിരെ നടപടിയെടുക്കില്ല എന്ന് പറയുന്ന പാർട്ടിയാണ്. അല്ല, പിന്നെ ഞാൻ അപ്പുറത്ത് നിൽക്കുന്നവരുടെ പേരൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. റേപ്പ് കേസിലെ പ്രതിക്കെതിരായിട്ട് നടപടിയെടുക്കാത്ത പാർട്ടിയുടെ മാധ്യമങ്ങളും അത്തരം ചോദ്യങ്ങളൊന്നും വേണ്ട. അല്ല, അതൊക്കെ ക്ലിയർ ആണ്. ഇനി നോ മോർ ക്വസ്റ്റ്യൻസ് ഓൺ ദാറ്റ്.
ഞാൻ ഐ ഹാവ് മെയ്ഡ് ഇറ്റ് വെരി ക്ലിയർ. ഐ ഹാവ് മെയ്ഡ് ഇറ്റ് വെരി ക്ലിയർ. ഇനി വേറെ ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കും. ഇപ്പൊ എല്ലായിടത്തും ചെന്നിട്ട് എല്ലായിടത്തും വന്നിട്ട് എല്ലാ മീറ്റ് ദ പ്രസിനും വന്നിട്ട് കൈരളിയിലും ദേശാഭിമാനിയിൽ നിന്നും കുറെ റിപ്പോർട്ടർമാർ വന്നിട്ട് അവര് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുക, ഇതൊന്നും കൊണ്ട് ശബരിമലയിലെ കൊള്ള ഈ തെരഞ്ഞെടുപ്പിന്റെ അജണ്ടയിൽ നിന്ന് മാറ്റാമെന്ന് ആരും വിചാരിക്കണ്ട. മനസ്സിലായോ? ആരും വിചാരിക്കണ്ട, അത് മാറ്റാമെന്ന് വിചാരിക്കണ്ട. അത്ര വലിയ കൊള്ളയാണ്. ദൈവത്തിന്റെ സ്വർണമാണ് അടിച്ചു മാറ്റിയത്. അതിന് പാർട്ടി കൊടപിടിച്ചു കൊടുക്കുകയാണ്. പാർട്ടി നേതൃത്വത്തിന് അതിൽ പങ്കുണ്ട്. അത് മറച്ചു പിടിക്കാൻ വേണ്ടി ഇതൊരു 10 പ്രാവശ്യം ചോദിച്ചാലൊന്നും കാര്യമില്ല. റേപ്പ് കേസിലെ പ്രതിയെ സംരക്ഷിക്കുന്നവരാണ് ഈ വർത്തമാനം വന്ന് ചോദിക്കുന്നത്. എന്നിട്ടിപ്പോ ഞാൻ വായിച്ചില്ല, ഏത് മറ്റേ വാട്സാപ്പിൽ കൂടി അശ്ലീല ചിത്രം അയച്ചതിന്റെ പേരിൽ ഏരിയ സെക്രട്ടറിന്ന് സ്ഥാനത്ത് നിന്ന് പാർട്ടി മാറ്റിയവൻ വീണ്ടും സ്ഥാനാർത്ഥിയാണ്. എന്നാ അതിനെപ്പറ്റിയൊക്കെ ഒന്ന് അന്വേഷിക്കും. വേറെ വല്ല ഉണ്ടോ? വേറെ വല്ല ചോദ്യം ഉണ്ടോ? വേറെ വല്ല ചോദ്യം ഉണ്ടോ? അല്ല, അവര് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുക. ഇത് ഈ ഞാനിവിടെ ഗസ്റ്റായിട്ടാണ് വന്നിരിക്കുന്നത് മീറ്റ് ദ പ്രസിന്. മനസ്സിലായോ? ഞാൻ നടത്തുന്ന പത്രസമ്മേളനങ്ങൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 4-5 പേര് വന്നിട്ട് സ്ഥിരമായിട്ടുള്ള പരിപാടിയാണ്. നിങ്ങൾ ആദ്യം പോയിട്ട് ധൈര്യം ഉണ്ടെങ്കിൽ ഞാൻ മുഖ്യമന്ത്രിയോടൊരു ചോദ്യം ചോദിക്കും. ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകന് അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കാൻ പറ്റട്ടെ. പത്രസമ്മേളനം നടത്തൂല, മീഡിയയെ കാണൂല, കണ്ട 50 മിനിറ്റ് മറ്റേ റേഡിയോയാണ്. ഇങ്ങോട്ട് പറഞ്ഞ കേൾക്കണം. എന്നിട്ടൊരു 4 ചോദ്യം സ്പോൺസേഡ് ചോദ്യം ചോദിച്ചു പോകും. ഞങ്ങളുടെ പത്രസമ്മേളനങ്ങൾ വന്ന് മനഃപൂർവ്വമായി ദേശാഭിമാനി കൈരളി ആളുകൾ വന്ന് നമ്മൾ മറുപടി പറഞ്ഞ ചോദ്യം 5-10 പ്രാവശ്യം ചോദിച്ചു. ഇത് ചായക്കടയിലെ ചർച്ചയല്ല, ഇത് കാസർഗോഡ് പ്രസ് ക്ലബ്ബിൽ നടക്കുന്ന മീറ്റ് ദ പ്രസ് ആണ്. അത് മനസ്സിലാക്കി ചോദിച്ചാൽ നന്നാ. ഞാൻ നിങ്ങളുടെ ഒരു ചോദ്യത്തിന് മറുപടി ഇല്ല. പറഞ്ഞോ, വേറൊരാളെ കൊണ്ട് ചോദിക്കില്ല. അതാണ് തന്ത്രം. അല്ല, ഞങ്ങൾ അതിന്റെ സമരവുമായി മുന്നോട്ട് പോകും. നിങ്ങൾ ഒന്ന് കാലാലേക്കുന്നത് ഇവർ പേടിച്ചിട്ടാണ്. അവർക്കെതിരെ നടപടിയെടുക്കാത്തത് ഭയന്നിട്ടാണ്. കൂടുതൽ ആളുകളുടെ പേരുകൾ ഇവർ പറയും. അവർ കൊടുത്തിരിക്കുന്ന മൊഴിയെ കൊണ്ട് തുടർന്നുള്ള അന്വേഷണം നടത്തിയാൽ ജയിലിലേക്കുള്ള ഘോഷയാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ. CPM നേതാക്കന്മാരുടെ ശബരിമല കേസിൽ ഇനിയും ഒരുപാട് ആളുകൾ ജയിലിലേക്ക് പോകും. കാരണം ഇതൊരു വലിയ ഗൂഢാലോചന ഒരു പ്രാവശ്യം നടത്തിയിട്ടാണ് കട്ടിട്ട് ആരും അറിയാതെ വന്നപ്പോൾ വീണ്ടും ഒന്നും കൂടി കക്കാൻ വേണ്ടി 2024 ശ്രമിച്ചു. അപ്പോഴാണ് കോടതി പിടിച്ചത്. അതാണ് ഗൗരവമുള്ള കാര്യം. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുപോലെ ഒരു ഗവൺമെന്റിന്റെ പിന്തുണയോടുകൂടി ഗവൺമെന്റ് കൊട പിടിച്ചു കൊടുത്തുണ്ട് ഇത്രയും ഒരു മോഷണം. അമ്പലം അങ്ങനെ തന്നെ വിഴുങ്ങിയിരിക്കുക. തീർച്ചയായിട്ടും ഉജ്ജ്വലമായ വിജയം UDF നേടും. ഇപ്പം ഈ തെരഞ്ഞെടുപ്പ് കാര്യം പറഞ്ഞു. കാസർഗോഡ് ജില്ലയിലെ പല പഞ്ചായത്തുകളിലും ഇപ്പം UDFന്റെ ശക്തി കേന്ദ്രമാണ് പടന്ന പഞ്ചായത്ത്. ഒരുപക്ഷെ DC പ്രസിഡന്റ് തൊട്ടടുത്തടുത്ത പഞ്ചായത്താണ്. ആ പഞ്ചായത്തിൽ ലീഗിനകത്ത് വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അവിടെ എതിർ സ്ഥാനാർത്ഥികൾ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് തിരിച്ചുപിടിക്കുമെന്ന് പറഞ്ഞു. അതൊക്കെ ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് പരിഹരിക്കും. 1-2 സ്ഥലങ്ങളിലൊക്കെ ചെറിയ പ്രശ്നമുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യത്തേക്ക് താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ നിസ്സാരമായ പ്രശ്നങ്ങളാണ്. അത് പരിഹരിക്കാനുള്ള ഉഭയകക്ഷി ചർച്ചകൾ നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും എത്തി. പഞ്ചായത്ത് കമ്മിറ്റി ഉൾപ്പെടെ അല്ല, ഉഭയകക്ഷി ചർച്ചകൾ നടക്കുന്നുണ്ട്. അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കും. ഇനി മോർ ഈ തെരഞ്ഞെടുപ്പ് BJPയുടെ ഒരു പ്രസക്തി എന്താണ്? അത് നമ്മളെപ്പോഴും പറയുന്നില്ല. BJPക്ക് ഈ കേരളത്തിൽ അവർക്ക് ഒരു 6,000 സ്ഥാനാർത്ഥികൾ പോലും ഇല്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഫലപ്രദമായ ഒരു മത്സരം മുന്നോട്ട് വയ്ക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ കാസർഗോഡ് ജില്ലയിൽ പോലും അവരുടെ സാന്നിധ്യം ഉണ്ടായിരുന്ന സ്ഥലങ്ങളിൽ പോലും അവർ വളരെ പിന്നോക്കം പോയിരിക്കുകയാണ്. BJPയിൽ നടക്കുന്ന അന്തഛിദ്രം BJPയെ സംഘടനാപരമായി ദുർബലപ്പെടുത്തിയിരിക്കുകയാണ്. മാത്രമല്ല, കേരളത്തിന്റെ ഒരു സെക്യുലർ മനോഭാവമുള്ള ജനങ്ങളാണ് കേരളത്തിലെ. BJPക്കൊന്നും ഒരു പ്രാധാന്യം കൊടുക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലം കേരളത്തിൽ ഉണ്ടാവില്ല. ഇപ്പോ നിങ്ങൾക്കറിയാം, കേരളത്തിലെ ഗവൺമെന്റും കേരളത്തിലെ CPMഉം കേരളത്തിലെ മുഖ്യമന്ത്രിയും കേന്ദ്ര BJP നേതൃത്വത്തിന്റെ മുമ്പിൽ വിധേയരായിട്ട് കുനിഞ്ഞു നിൽക്കുക. 2 വിഷയങ്ങളാണ് മന്ത്രിസഭയെയും പാർട്ടിയെയും പോലും പറ്റിച്ചുകൊണ്ട് PM ശ്രീ വിഷയത്തിലും ലേബർ കോഡ് വിഷയത്തിലും CPM തീരുമാനമെടുത്തത്. PM ശ്രീ വിഷയത്തിൽ മന്ത്രിസഭാംഗങ്ങളെയും പോളിറ്റ് ബ്യൂറോയെയും സെക്രട്ടേറിയറ്റിനെയും LDFനെയും പോലും മറികടന്നുകൊണ്ടാണ് ഏകപക്ഷീയമായി തീരുമാനമെടുത്തത്. PM ശ്രീയിൽ ഒപ്പുവെച്ചിട്ട് 16-ാം തീയതി ഒപ്പുവെച്ച് വന്ന് 22-ാം തീയതി ക്യാബിനറ്റിലിരിക്കുമ്പോൾ ക്യാബിനറ്റിലെ CPI മന്ത്രിമാർ പരാതി പറഞ്ഞിട്ട് പോലും ഒപ്പുവെച്ച കാര്യം രഹസ്യമാക്കി വെച്ച് അവരെ പോലും കബളിപ്പിച്ച മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയാണ്.
എന്നിട്ട് 22-ലും 23-ലും നമ്മളോട് പറയാണ് ലേബർ കോഡിന് നമുക്കൊരു കരടുണ്ടാക്കണം. 2021 തന്നെ BJP ഗവൺമെന്റ് ഉണ്ടാക്കി വെച്ചതിനേക്കാൾ തൊഴിലാളി വിരുദ്ധമായ കരട് വിജ്ഞാപനം തയ്യാറാക്കി വെച്ചിട്ട് ഒരു യൂണിയനുമായിട്ട് ആലോചിക്കാതെ, പ്രതിപക്ഷമായിട്ട് ആലോചിക്കാതെ തയ്യാറാക്കി. BJP കേന്ദ്ര നേതൃത്വം പറയുന്നതനുസരിച്ച് വിധേയരായി കാര്യങ്ങൾ ചെയ്യുന്ന, ഭയന്നിട്ടാണ്, കേസുകളെ ഭയന്നിട്ട് വിധേയരായി ചെയ്യുന്ന ഒരു സംസ്ഥാന CPM നേതൃത്വവും ഭരണ നേതൃത്വമാണ് കേരളത്തിൽ. അതാണ് കേരളത്തിന്റെ ദൗർഭാഗ്യം. തീർച്ചയായിട്ടും വളരെ അപകടകരമായ റിപ്പോർട്ടുകളാണ് വിവിധ ജില്ലകളിൽ നിന്ന് വരുന്നത്. ധാരാളം ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ ഇപ്പോഴും പുറത്താണ് നിൽക്കുന്നത്. എന്നിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരും അനാവശ്യമായ സമ്മർദ്ദം ചെലുത്തി. ഇപ്പൊ 4-ാം തീയതി വരെ വെച്ചിരുന്നാണ്. 4-ാം തീയതിക്ക് മുമ്പ് ഇന്ന് തീർക്കണമെന്ന് പറഞ്ഞ് 23-ാം തീയതി പറഞ്ഞു. ഈ നാളെ തീർക്കണമെന്ന് പറഞ്ഞപ്പോൾ വീണ്ടും വേറെ തിട്ടൂരം വന്നിരിക്കുകയാണ്. പല BLOമാർക്കും ജോലി പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. പകുതി 1000 മുതൽ 1500 വോട്ടർമാർ വരെയാണ് ഒരു ബൂത്തിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതിൽ 1/3 വോട്ടർമാരെ പോലും തിരിച്ചു കയറ്റാൻ പല ബൂത്തുകളിലും കഴിഞ്ഞിട്ടില്ല. പല നഗരങ്ങളിലും ഈ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നഗരങ്ങളിൽ എപ്പോഴും ഒരു ഫ്ലോട്ടിംഗ് പോപ്പുലേഷനാണ്. നഗരങ്ങളിൽ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യുന്നതുകൊണ്ട് അവരെ അന്വേഷിച്ച് പോയി അവരുടെ വോട്ട് ചേർക്കാൻ പോലും BLOമാർക്ക് കഴിഞ്ഞിട്ടില്ല. അപകടകരമായൊരു സ്ഥിതിവിശേഷമുണ്ട്. വലിയ തോതിൽ വോട്ടർ പട്ടികയിൽ നിന്ന് ആളുകളുടെ പേര് നിയമവിരുദ്ധമായി നീക്കം ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് ഇതിന്റെ സമയം വീണ്ടും നീട്ടിക്കൊടുക്കണം. ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും ഇതിനൊരു, കാരണം കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകരും മെയിൻ സ്ട്രീം രാഷ്ട്രീയ പ്രവർത്തകരും മുഴുവൻ ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടൊരു കുറച്ചു ദിവസവും കൂടി പ്രത്യേകമായി അനുവദിച്ചാൽ മാത്രമേ ഇത് നടക്കൂ. ഇല്ലെങ്കിൽ ഒരു ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷന്റെ, സത്യസന്ധവും നീതിപൂർവമായ ഇലക്ഷന്റെ ഏറ്റവും പ്രധാന കാര്യം കൃത്യമായ വോട്ടർ പട്ടികയാണ്. ആ വോട്ടർ പട്ടികയിൽ നിന്ന് വോട്ടവകാശമുള്ള ആളുകൾ നീക്കം ചെയ്യപ്പെടുന്ന വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചു. ഫോം തിരിച്ചു വാങ്ങിയില്ല, ഫോം കൊടുത്തിട്ടില്ല. ധാരാളം പേർക്ക്, അർഹതപ്പെട്ട ആളുകൾക്ക് ഫോം കൊടുത്തിട്ടില്ല. കൊടുത്ത ആളുകളുടെ ഫോം തിരിച്ചു വാങ്ങിയിട്ടില്ല. ഈ BJP പറയുന്നത് ഇപ്പോൾ കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ BJPക്കാണെന്നുള്ളതാണ്. ഇത്തവണ കൂടുതൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അധികാരത്തിലെത്തുമെന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ തന്നെ പറയുന്നത്. അതിപ്പോ തോക്കുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അത് അവർക്കെതിരായിട്ട് വലിയ ആരോപണം വന്നു. 6-7,000 സ്ഥാനാർത്ഥികൾ അവർക്കില്ല സ്റ്റേറ്റിൽ. അവർക്ക് പല സ്ഥലത്ത് സ്ഥാനാർത്ഥികളില്ല. ആ സ്ഥിതിയിലേക്ക് പോയി. അപ്പൊ അത് ആരോപണം വന്നു കഴിഞ്ഞപ്പോൾ അത് മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് അവർ. പിന്നെ ഒരു പാർട്ടി പ്രസിഡന്റിന് ഇലക്ഷനിൽ തോക്കുമെന്ന് പറയാൻ പറ്റും, ജയിക്കുന്നല്ലേ പറയാൻ പറ്റും. കാസർഗോഡ് ജില്ലയിൽ തന്നെ BJPക്ക് സ്വാധീനമുള്ള വാർഡുകളുടെ പല സ്ഥലത്തും കോൺഗ്രസിന് സ്ഥാനാർത്ഥികളില്ല. അത് യാഥാർത്ഥ്യമാണ്. കോൺഗ്രസിന്റെ UDFന്റെ സ്ഥാനാർത്ഥി ഇല്ലാത്ത ഒരു സ്ഥലം ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ അന്വേഷിച്ചു. പല CPM നേതാക്കന്മാരും അവരുടെ പ്രധാനപ്പെട്ട ബന്ധുക്കളൊക്കെ മത്സരിക്കുന്നത് വേറെ ചിഹ്നത്തിലാണ്. അത് BJPയുടെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. BJPയുടെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചിഹ്നം മാറി മത്സരിക്കുന്നത്. അരിവാൾ ചിട്ടി നക്ഷത്രത്തിൽ അറിയപ്പെടുന്ന പാർട്ടി നേതാക്കൾക്ക്, അറിയപ്പെടുന്ന പാർട്ടി ഭാരവാഹികൾക്ക്, പാർട്ടി അംഗങ്ങൾക്കില്ല. അത് ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്, ഈ പ്രാവശ്യം കാണുന്നത്. അറിയപ്പെടുന്ന പാർട്ടി നേതാക്കന്മാർ, നാട്ടിൽ അറിയപ്പെടുന്ന പാർട്ടി നേതാക്കന്മാർ അരിവാൾ ചിട്ടി നക്ഷത്രത്തിൽ മത്സരിക്കുന്നില്ല. അത് ആരുടെ വോട്ട് കിട്ടാൻ വേണ്ട. അപ്പൊ ശരി, അപ്പോ